Theorem: a subset H of a group G is a subgroup of G if and only if. First one, H is closed under the binary operation of G. Second one, the identity element E of G is in H. Third one, for all A element of H, it is true that A inverse element of H also. So ജിയുടെ ഒരു സബ്സെറ്റ് സബ് ഗ്രൂപ്പ് ആണെങ്കിൽ അത് ഈ മൂന്ന് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. അഗൈൻ ഈ മൂന്ന് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു സബ്സെറ്റ് സബ് ഗ്രൂപ്പ് ആയിരിക്കും. തിയറം പ്രൂഫ് നമ്മൾ കണ്ടതാണ്. എക്സാമ്പിൾ, അപ്പോൾ നമുക്ക് ഈ തിയറം ഒരു സബ്സെറ്റ് സബ് ഗ്രൂപ്പ് ആണ് എന്ന് പ്രൂവ് ചെയ്യാൻ നമുക്ക് ഈ തിയറം യൂസ് ചെയ്യാം. For example, let f be the group of all real valued functions with the domain R under addition. ആറിൽ നിന്ന് ആറിലേക്ക് ഡിഫൈൻ ചെയ്യുന്ന ആർ റിയൽ നമ്പർ സിസ്റ്റം ആണ്. ആറിൽ നിന്ന് ആറിലേക്ക് ഡിഫൈൻ ചെയ്യുന്ന ഫംഗ്ഷൻസിൻ്റെ കളക്ഷനാണ് ക്യാപിറ്റൽ എഫ്. ദ സബ്സെറ്റ് ഓഫ് എഫ് കൺസിസ്റ്റിംഗ് ഓഫ് ദോസ് ഫംഗ്ഷൻസ് ദാറ്റ് ആർ കണ്ടിന്യൂസ്. ആറിൽ നിന്ന് ആറിലേക്കുള്ള കണ്ടിന്യൂസ് ഫംഗ്ഷൻസിൻ്റെ കളക്ഷൻ എടുക്കുക. സോ അതൊരു എഫിൻ്റെ സബ്സെറ്റാണ്. ആ സബ്സെറ്റ് സബ് ഗ്രൂപ്പ് ആണെന്ന് പ്രൂവ് ചെയ്യണം. സബ് ഗ്രൂപ്പ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ നമുക്ക് മൂന്ന് കണ്ടീഷൻസ് ചെക്ക് ചെയ്താൽ മതി. ഫസ്റ്റ് വൺ ക്ലോസ്ഡ് ആണെന്ന് നോക്കുക. ഇപ്പോൾ രണ്ട് കണ്ടിന്യൂസ് ഫംഗ്ഷൻ എടുത്താൽ അതിൻ്റെ സം അഗെയിൻ കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്. സോ അത് ക്ലോസ്ഡ് ആണ്. രണ്ട് കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് എടുത്താൽ അതിൻ്റെ സം കണ്ടിന്യൂസ് ആണ്. സോ സബ്സെറ്റിൽ രണ്ട് എലമെൻ്റ് എടുത്ത് ഓപ്പറേറ്റ് ചെയ്താൽ അവിടെ തന്നെ എലമെൻ്റ് ആണ്. അഗെയിൻ സെക്കൻഡ് വൺ, ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ സബ്സെറ്റിലുണ്ടോ എന്നാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. ഇവിടെ ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ ഏതാ? ഫംഗ്ഷനുകളുടെ കളക്ഷനിൽ ഐഡൻറ്റിറ്റി എന്ന് പറയുന്ന എല്ലാ എലമെൻറ്റിനെയും സീറോയിലേക്ക് മാപ്പ് ചെയ്യുന്ന ഫംഗ്ഷൻ. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 ഫോർ ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് ദി സെറ്റ്. അപ്പം എക്സ് എലമെൻറ്റ് ഓഫ് ആറിലുള്ള എല്ലാ എലമെൻറ്റ്സിനെയും സീറോയിലേക്ക് മാപ്പ് ചെയ്യുന്ന ഫംഗ്ഷൻ, അതായത് സീറോ ഫംഗ്ഷൻ. അതാണ് ഇവിടുത്തെ ഐഡൻറ്റി ഫംഗ്ഷൻ. സീറോ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ദാറ്റ്സ് എ കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ. അത് കണ്ടിന്യൂസ് ആണ്. സോ ഐഡൻറ്റി ഫംഗ്ഷനും ഈ സബ്സെറ്റിലുണ്ട്. നെക്സ്റ്റ്, എഫ് കണ്ടിന്യൂസ് ആണെങ്കിൽ അതിൻ്റെ ഇൻവേഴ്സ് മൈനസ് എഫ്. ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെങ്കിൽ അതിൻ്റെ ഇൻവേഴ്സ് ഫംഗ്ഷനും കണ്ടിന്യൂസ് ആണ്. സോ മൂന്ന് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സോ ദിസ് എ സബ് ഗ്രൂപ്പ്. അഗൈൻ നെക്സ്റ്റ്, the same set, let f be the group of all real valued functions with the domain R under addition. ആറിൽ നിന്ന് ആറിലേക്കുള്ള ഫംഗ്ഷൻസിൻ്റെ കളക്ഷൻ തന്നെയാണ് സെറ്റ് എഫ്. ദെൻ സബ്സെറ്റായിട്ട് കൺസിഡർ ചെയ്യുന്നത് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത് ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻസ്. ആറിൽ നിന്ന് ആറിലേക്കുള്ള ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻസിൻ്റെ കളക്ഷൻ എടുക്കുന്നു. ദെൻ സബ് ഗ്രൂപ്പ് ആണെന്ന് പ്രൂവ് ചെയ്യണം. സോ ക്ലോസ്ഡ് ആണെന്ന് നോക്കി രണ്ട് ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻസ് ആഡ് ചെയ്താൽ, അതായത് ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്ന രണ്ട് ഫംഗ്ഷൻസിൻ്റെ ഡെറിവേറ്റീവ് നമുക്ക് കാണാം. എഫ് പ്ലസ് ടിയുടെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ഡെറിവേറ്റീവ് ഓഫ് എഫ് പ്ലസ് ഡെറിവേറ്റീവ് ഓഫ് ജി ആണ്. സോ എഫ് പ്ലസ് ടി അവിടെ ഡിഫറൻഷ്യബിൾ ആണ്. സോ ഫംഗ്ഷൻ ക്ലോസ്ഡ് ആണ്. ഈ ഓപ്പറേഷൻ ക്ലോസ്ഡ് ആണ്, അഡീഷൻ ക്ലോസ്ഡ് ആണ്. ദെൻ സെക്കൻഡ് വൺ, നമ്മുടെ ഐഡൻറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇവിടെ സീറോ ഫംഗ്ഷൻ ഈസ് ഡിഫറൻഷ്യബിൾ. ദാറ്റ്സ് എ കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ. സോ ദാറ്റ്സ് ഡിഫറൻഷ്യബിൾ. അഗെയിൻ എഫ് ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ മൈനസ് എഫ് ഡിഫറൻഷ്യബിൾ ആണ്. സോ മൂന്ന് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ദിസ് എ സബ് ഗ്രൂപ്പ്. അഗെയിൻ നെക്സ്റ്റ് വൺ, ലെറ്റ് ജി ബി ദ മൾട്ടിപ്ലിക്കേറ്റീവ് ഗ്രൂപ്പ് ഓഫ് ഓൾ ഇൻവേർട്ടബിൾ n by n മെട്രിസസ് വിത്ത് എൻട്രീസ് ഇൻ സി. നമ്മുടെ GLNR പറഞ്ഞ പോലെ തന്നെ ജനറൽ ലീനിയർ ഗ്രൂപ്പ് വിത്ത് ഓർഡർ n by n ആൻഡ് എൻട്രീസ് ഫ്രം ഇവിടെ C ആണ്, കോംപ്ലക്സ് നമ്പേഴ്സ്. ലെറ്റ് T ബി ദ സബ്സെറ്റ് ഓഫ് G കൺസിസ്റ്റിംഗ് ഓഫ് ദോസ് മെട്രിസസ് വിത്ത് ഡിറ്റർമിനൻറ്റ് 1. ഡിറ്റർമിനൻറ്റ് 1 വരുന്ന n by n ഇൻവേർട്ടബിൾ മെട്രിക്സുകൾ കൺസിഡർ ചെയ്യുന്നു. സബ്സെറ്റാണ് നമ്മൾ T എന്ന് ഡിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ GLNCയുടെ ഒരു സബ്സെറ്റ്, അത് സബ് ഗ്രൂപ്പ് ആണോ ചെക്ക് ചെയ്യണം. സബ് ഗ്രൂപ്പ് ആണോ ചെക്ക് ചെയ്യാൻ ഫസ്റ്റ് ക്ലോസ്ഡ് ആണോ ചെക്ക് ചെയ്യണം. ഇപ്പോൾ രണ്ട് n by n മെട്രിക്സ് എയും ബി n by n മെട്രിക്സുകളാണെങ്കിൽ ഡിറ്റ് എ ബി എന്ന് പറയുന്നത് ഡിറ്റ് എ ഇൻറ്റു ഡിറ്റ് ബി ആണ്. ഡിറ്റർമിനൻറ്റ് ഓഫ് എ ഇൻറ്റു ഡിറ്റർമിനൻറ്റ് ഓഫ് ബി. സോ എയും ബിയും ടിയിലെ എലമെൻ്റ് ആണെങ്കിൽ അതിൻ്റെ രണ്ടിൻ്റെ ഡിറ്റർമിനൻറ്റ് 1 ആണ്. അപ്പം ഡിറ്റർമിനൻറ്റ് ഓഫ് എ ബിയുടെ ഡിറ്റർമിനൻറ്റും 1 ആണ്. സോ എ ബിയും ടിയിലെ എലമെൻ്റ് ആയിരിക്കും. സോ അത് ക്ലോസ്ഡ് ആണ്. അഗൈൻ ഐഡൻറ്റി മെട്രിക്സ് ആണ് ഇവിടുത്തെ ഐഡൻറ്റി എലമെൻറ്റ്. ഐഡൻറ്റി മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് നമുക്കറിയാം. ഐഡൻറ്റി മെട്രിക്സ് ആണ് ഡയഗണൽ 1, ബാക്കി എല്ലാ എലമെൻറ്റ്സ് 0. സോ അതിൻ്റെ ഡിറ്റർമിനൻറ്റ് കണ്ടാൽ 1 ആണ്. സോ ഐഡൻറ്റി മെട്രിക്സും ടിയിലെ എലമെൻ്റ് ആണ്. അഗൈൻ ടിയിലെ എലമെൻ്റ് ആണെങ്കിൽ എ ഇൻവേഴ്സും ടിയിലുണ്ടെന്ന് പ്രൂവ് ചെയ്യണം. ഹിയർ ഡിറ്റർമിനൻറ്റ് ഓഫ് എ ഇൻറ്റു ഡിറ്റർമിനൻറ്റ് ഓഫ് എ ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഡിറ്റർമിനൻറ്റ് ഓഫ് എ ഇൻവേഴ്സ് ആണ്. ദെൻ എ ഇൻവേഴ്സ് ഐഡൻറ്റി മെട്രിക്സ്, ദാറ്റ് ഈസ് ഡിറ്റർമിനൻറ്റ് ഓഫ് ഐഡൻറ്റി മെട്രിക്സ്, ദാറ്റ് ഈസ് ഈക്വൽ ടു ഐഡൻറ്റി മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് 1. അതായത് ഡിറ്റർമിനൻറ്റ് ഓഫ് എ ഇൻറ്റു ഡിറ്റർമിനൻറ്റ് ഓഫ് എ ഇൻവേഴ്സ് ഇസ് 1. ഇപ്പോൾ ഡിറ്റർമിനൻറ്റ് ഓഫ് എ 1 ആണെങ്കിൽ ഡിറ്റർമിനൻറ്റ് ഓഫ് എ ഇൻവേഴ്സ് എന്തായിരിക്കണം? അതും 1 ആയിരിക്കും. സോ എ ഇൻവേഴ്സും ടിയിലെ എലമെൻ്റ് ആണ്. അപ്പോൾ മൂന്ന് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സോ T ഈസ് എ സബ് ഗ്രൂപ്പ് ഓഫ് G. ഓക്കെ.